ഒരു രാജ്യത്തിൻ്റെ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുക അത് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറെ ED അറസ്റ്റ് ചെയ്തു. ആ കേസ് എന്താണെന്ന് നമുക്കെല്ലാം ഇപ്പോൾ അറിയാം. ഡൽഹി മദ്യനയ കേസാണ്. ഡൽഹിയിലെ മദ്യവിതരണം പൊതുമേഖലയിൽ നിന്നും കൂടുതൽ വരുമാനമുണ്ടാക്കാനും കൂടുതൽ ഔട്ട്ലെറ്റുകൾ തുറക്കാനും വേണ്ടി അത് സ്വകാര്യ മേഖലയിലേക്ക് മാറ്റിയ ഒരു പുതിയ മദ്യനയമാണ് 2 കൊല്ലം മുമ്പ് കൊണ്ടുവന്ന ഡൽഹി പുതിയ മദ്യനയം. അതിൽ അഴിമതി നടന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ നടപടികൾ വന്നിരിക്കുന്നത്. ഇതിനകം തന്നെ ഡൽഹി ഉപമുഖ്യമന്ത്രിയായിരുന്ന സിസോദിയ ജയിലിലായി, തിഹാർ ജയിലിലായി. ഒരു മന്ത്രിയെ, അതേപോലെ വേറൊരു മന്ത്രിയെ ജയിലിൽ ആക്കി. പിന്നെ കെജ്രിവാളിനെ പിടിക്കാൻ ഇങ്ങനെ നോക്കി നടക്കുകയായിരുന്നു കുറെ നാളായിട്ട് ED എന്ന് പറഞ്ഞാൽ EDക്ക് എന്താ എത്ര താല്പര്യം ഇതിൻ്റെ അകത്ത്? അത് കേന്ദ്ര സർക്കാരിന് വേണ്ടി. കേന്ദ്ര സർക്കാർ ആരാ ഭരിക്കുന്നത്? BJP. അപ്പൊ ദേശീയ തലത്തിൽ BJPക്ക് ഒരു വെല്ലുവിളിയായിട്ട് വളർന്നു വന്ന ആം ആദ്മി പാർട്ടിയെ ഒതുക്കേണ്ടത് BJPയുടെ പ്രധാനപ്പെട്ട ആവശ്യം. കോൺഗ്രസ് ക്ഷയിച്ചുകൊണ്ടേയിരിക്കുന്നു. കോൺഗ്രസ് ക്ഷയിക്കുന്ന ഇടങ്ങളിൽ ഡൽഹിയിലായാലും പഞ്ചാബിലായാലും ഹരിയാനയിലായാലും ഗുജറാത്തിലായാലും മറ്റ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു പുതിയ രാഷ്ട്രീയ ശക്തിയായിട്ട് ആം ആദ്മി പാർട്ടി വളർന്നു വരുന്നതിൽ BJPക്ക് ആശങ്കയുണ്ട്. അപ്പൊ അതുകൊണ്ട് BJPക്ക് എങ്ങനെയെങ്കിലും അരവിന്ദ് കെജ്രിവാൾ ആണല്ലോ അതിന്റെ ടോപ്പ് ലീഡർ, കൊടുക്കിയേ പറ്റുള്ളൂ. അതിന് പൊക്കിയെടുത്തൊരു കേസാണ് ഡൽഹി മദ്യനയ കേസ്. ഇത് ഞങ്ങൾ ഇപ്പം ഡൽഹി പുതിയ മദ്യനയത്തിൽ അഴിമതി നടന്നിട്ടില്ല എന്നൊന്നും ഞങ്ങൾ സാക്ഷ്യം പറയാനൊന്നുമല്ല ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ നിലപാട് അതാണ്. പക്ഷേ ഇവിടെ വിച്ച് ഹണ്ടിങ് ആണ് നടക്കുന്നത്, വേട്ടയാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വെച്ചിട്ട് പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളെ അല്ല അവരുടെ സർക്കാരുകളെ അട്ടിമറിക്കാൻ നോക്കുക. അതിന് വെറും പാവകളായിട്ട് കുറെ ഗവർണർമാരെ, ഡൽഹിയിലാണെങ്കിൽ ലഫ്റ്റനന്റ് ഗവർണർമാരെ വെച്ചിട്ട് കേസുകൾ ഉണ്ടാക്കുക. കേസ് എന്നിട്ട് CBIക്ക് ഗവർണർ, ലഫ്റ്റനന്റ് ഗവർണർ, ഡൽഹി ഗവർണർ വിടുക. VK സക്സേന അങ്ങനെ വിട്ടു. അങ്ങനെ CBI അന്വേഷണം നടത്തി. അതിന് പിന്നാലെ ED വന്ന് അന്വേഷണം തുടങ്ങി. അപ്പോ അങ്ങനെ സിസോദിയെ അറസ്റ്റ് ചെയ്യുന്നു. പിന്നെ മറ്റു ചില നേതാക്കളെ, ആം ആദ്മി പാർട്ടി നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നു. ഇതിങ്ങനെ തുടങ്ങിയിട്ട് കുറച്ച് നാളെ. അതിന്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രിയെ കുടുക്കിയിരിക്കുന്നത്. 9 സമൻസ് ആണ്, 5, 4, 9 സമൻസ് ആണ് ഡൽഹി മുഖ്യമന്ത്രിക്ക് അയച്ചത് കേജ്രിവാളിന് ED ഹാജരാകാൻ, വീണ്ടും ഹാജരാകാൻ. അപ്പോഴെല്ലാം അദ്ദേഹം എടുത്ത നിലപാട് ഇത് രാഷ്ട്രീയ പകപോക്കലാണ്, ഹാജരാകാൻ ഞാൻ തയ്യാറല്ല, എനിക്കെതിരെ എന്ത് തെളിവാണുള്ളത്, അപ്പം ഞാൻ കോടതിയിൽ വേണേൽ ഹാജരാകും, നേരിട്ട് EDയുടെ മുന്നിൽ ഹാജരാവില്ല എന്ന നിലപാടെടുത്തിട്ട് ഇതിനകത്ത് കോടതിയിൽ ഹാജരായി കൂടെ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം കോടതിയിൽ ഹാജരായിട്ട് ഇടക്കാലം ജാമ്യമെടുത്തു കേജ്രിവാൾ. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. ഇതിന്റെ ഡേറ്റ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം കോടതിയിൽ ഹാജരായിട്ട് ഇന്ററിം ബയൽ, ഇടക്കാല ജാമ്യം അദ്ദേഹത്തിന് അനുവദിച്ചു. ജാമ്യം അനുവദിച്ചതിന്റെ തൊട്ടു പിന്നാലെ അടുത്ത സമൻസ് ED അയക്കുകയാണ്, 9ാമത്തെ, നേരിട്ട് ഹാജരാവാൻ. എന്ന് പറഞ്ഞാൽ ഇത് വേട്ടയാടലല്ലാതെ ഇതിന്റെ അർത്ഥം എന്താണ്? എന്നിട്ട് ഇതിൽ ഏറ്റവും അവസാനം നടന്ന കളികൾ, ഇന്നലെ അദ്ദേഹത്തിന്റെ അറസ്റ്റിലേക്ക് നയിച്ച സംഭവങ്ങൾ നമ്മൾ നോക്കുക. നമ്മൾ കോടതികളുടെ അധികാരങ്ങളൊന്നും ചോദ്യം ചെയ്യുകയല്ല, എങ്കിലും ചില നിരീക്ഷണങ്ങൾ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. എന്താണത്? ഡൽഹി ഹൈക്കോടതിയിൽ അദ്ദേഹം ഹാജരായി. ഡൽഹി ഹൈക്കോടതി ചോദിച്ചു, പിന്നെ EDക്ക് മുമ്പിൽ ഹാജരാകുന്നതിൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അപ്പം പിന്നെ കേജ്രിവാളിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ മനു അഭിഷേക് സിംഘി, സീനിയർ അഡ്വക്കേറ്റ്, കോൺഗ്രസ് നേതാവ് കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്, അങ്ങനെ EDയുടെ മുമ്പിൽ ഹാജരായാൽ ED രാഷ്ട്രീയ പകപോക്കൽ നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടാം, അത് തടയണം, അത് അനുവദിക്കാൻ പാടില്ല, അത് കോടതി ഇടപെടണം എന്നാണ് ഡൽഹി കോടതിയിൽ ഇന്നലെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടത് കേജ്രിവാളിന് വേണ്ടി. അപ്പൊ കോടതി EDയോട് ചോദിച്ചു, ഈ ഡൽഹി മുഖ്യമന്ത്രിക്കെതിരെ, കേജ്രിവാളിനെതിരെ നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവുണ്ട്, അത് ഹാജരാക്കുക. ഒരു തെളിവും ഇല്ല. ഇന്ന് വരെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ഒരു തെളിവും ഈ മദ്യനയ സംഭവത്തിലെ കേസിൽ കേജ്രിവാൾ അഴിമതി നടത്തിയതായിട്ട് ഒരു രേഖയും കോടതിയിൽ ഹാജരാക്കാൻ ഇതുവരെ EDക്ക് സാധിച്ചിട്ടില്ല.
പക്ഷേ അവിടെയാണ് ഡൽഹി ഹൈക്കോടതിയുടെ നിലപാടിലെ സംശയം. ഡൽഹി ഹൈക്കോടതി പറഞ്ഞത്, ഇപ്പോൾ ഇ ഡി വിളിച്ചാലും 1-2 ദിവസമൊന്നും അറസ്റ്റ് ചെയ്യത്തില്ലല്ലോ, ചോദ്യം ചെയ്യലിന് ഹാജരായ പോരെ എന്ന് ചോദിച്ച് ആ ഫയൽ അവിടെ മടക്കി. സംരക്ഷണം കൊടുക്കാൻ ഡൽഹി ഹൈക്കോടതി തയ്യാറായത്, അതായത് അറസ്റ്റ് ചെയ്യരുത് എന്നൊരു ഉറപ്പ് ഹാജരാകുമ്പോൾ കൊടുക്കാൻ ഡൽഹി ഹൈക്കോടതി തയ്യാറായില്ല. തയ്യാറാകാത്ത ഈ വാർത്ത പുറത്തു വന്ന ഉടൻ തന്നെ പെട്ടെന്ന് തന്നെ ഇരച്ചെത്തുകയായിരുന്നു ഒരു 2 ഡസനോളം ഇ ഡി ഉദ്യോഗസ്ഥർ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലേക്ക് ഇരച്ചെത്തിയിട്ട് റെയ്ഡ് നടത്തിയിട്ട് വൈകിട്ടോടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ്. എത്രമാത്രം അസഹിഷ്ണുതയാണ് ഒരു കേന്ദ്ര ഭരണകൂടം തങ്ങൾക്കെതിരെ വരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ ചെയ്യുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുക. ഇത് വളരെ അസാധാരണമായ സംഭവമാണ്. വെരി വെരി എക്സ്ട്രാ ഓർഡിനറി ഇൻസിഡന്റ് ആണ് ഇത് പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിലെ. ഈ ഇ ഡി എന്താ ചെയ്യുന്നത് നമുക്കെല്ലാം ഇപ്പൊ അറിയാം. മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊടുക്കാൻ അറസ്റ്റ് ചെയ്യാൻ പഠിച്ച പണി 18ഉം 19ഉം പൂഴിക്കടകരെ നോക്കിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഡൽഹിയിൽ ഈ നാടകം കളിക്കാൻ കോടതിയുടെ പിന്തുണ ലഭിച്ചു എന്നുള്ളതാണ്. കേരളത്തിൽ അങ്ങനെ ഒരു ജുഡീഷ്യറിയുടെ ഒരു അതിരുകടന്ന ഇടപെടൽ ഇതിനകത്തുണ്ടായില്ല. ഡൽഹിയിൽ കെജ്രിവാൾ ഇന്നലെ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് പേരിൽ ഡൽഹി ഹൈക്കോടതി ബെഞ്ചിന്റെ ആ ഒരു സമീപനം, ജനങ്ങൾ തെരഞ്ഞെടുത്തൊരു മന്ത്രിയെ ജയിലിലേക്ക് അയക്കാതിരിക്കാൻ ഒരു കരുതൽ ഇടപെടൽ ഡൽഹി ഹൈക്കോടതിയുടെ ബെഞ്ചിൽ നിന്നുണ്ടായില്ല. കാരണം അദ്ദേഹത്തിനെതിരെ ഒരു കുറ്റവും തെളിയിക്കപ്പെട്ടിട്ടില്ല. ഒരു റെക്കോർഡ് ഇന്ന് വരെ ഇ ഡിക്ക് കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഈ പ്രശ്നം ഇവിടെ അവസാനിക്കില്ല. ഇതിപ്പോ ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് പോയിരിക്കുന്നു. മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും പിന്തുണ അറിയിച്ച് രംഗത്ത് വന്നു കഴിഞ്ഞു, കോൺഗ്രസ് ഉൾപ്പെടെ. അതേപോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു രാഷ്ട്രീയ വിഷയമായിട്ട് ഉരുത്തിരിഞ്ഞ് അടുത്ത ദിവസങ്ങളിൽ വരാനാണ് സാധ്യത. മാത്രമല്ല, കോടതി ഇടപെടുമ്പോൾ ഇനിയിപ്പം മുഖ്യമന്ത്രി ജയിലിൽ പോയി കിടന്നാൽ മുഖ്യമന്ത്രിയായിട്ട് തുടരാൻ എങ്ങനെ പറ്റില്ലേ എന്നുള്ള ചോദ്യമുണ്ട്. കേജ്രിവാൾ മുഖ്യമന്ത്രിയായിട്ട് ജയിലിൽ ഇരുന്ന് ഡൽഹി ഭരിക്കുമെന്ന് ആം ആദ്മി പാർട്ടി നേതാക്കളൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിന്റെ നിയമവശങ്ങൾ സുപ്രീം കോടതി ബെഞ്ച് പരിഗണിച്ച് യുക്തമായ അഭിപ്രായങ്ങൾ അല്ലെ വിധി പറയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ജുഡീഷ്യറി ചെയ്യേണ്ടത് ചെയ്യാതെ ജുഡീഷ്യറി ഭരണകൂടത്തിന് വേണ്ടി ചിലത് ഒഴിവുകഴിവുകൾ ഉണ്ടാക്കുന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഡൽഹി ഹൈക്കോടതി ബെഞ്ച് ഇന്നലെ കാണിച്ച ഈ സംഭവം എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഈ മദ്യനയത്തിൽ ഇടപെട്ട് പങ്കുണ്ടെന്ന് പറയുന്ന BRSന്റെ ഭാരത് രാഷ്ട്ര സമിതിയുടെ നേതാവ് മുൻ തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിത രാഷ്ട്രീയ നേതാവിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു, മാർച്ച് 15-ന്. അപ്പൊ ആ അറസ്റ്റോടുകൂടി നമുക്കറിയാം ഈ ഡൽഹി മദ്യനയ കേസിലെ കക്ഷികളാണ് അവരും. അപ്പൊ ഈ ഇതിന്റെ ബാക്കി കേജ്രിവാളിലേക്ക് എത്തും എന്നുള്ളത് നമുക്ക് ഊഹിക്കാമായിരുന്നു. അതുകൊണ്ടാണ് കോടതിയിൽ പോയിട്ട് ഈ വിഷയം ടേക്കപ്പ് ചെയ്തിട്ടും അവിടെയും ജുഡീഷ്യറിയുടെ ഇടപെടൽ എങ്ങനെ ഏത് രൂപത്തിൽ വന്നു എന്നുള്ളത് നമുക്കിവിടെ വിലയിരുത്തി നോക്കിയാൽ മതി. ഇന്നിനിപ്പോ സുപ്രീം കോടതി എന്താണ് ചെയ്യുക എന്ന് നമുക്ക് വിലയിരുത്താം. ഈ പതഞ്ജലി കേസ് നമ്മൾ കേട്ടിട്ടുണ്ടോ? യോഗ ഗുരു ബാബ രാംദേവിന്റെയും അദ്ദേഹത്തിന്റെ അനുചരനായ ആചാര്യ ബാലകൃഷ്ണയുടെയും സ്ഥാപനമാണ് കോടികളുടെ ബിസിനസ് ചെയ്യുന്ന പതഞ്ജലി ആയുർവേദ ഗ്രൂപ്പ്. അതിന്റെ MD ആണ്, മാനേജിംഗ് ഡയറക്ടറാണ് ആചാര്യ ബാലകൃഷ്ണ. അതിന്റെ തലതൊട്ടപ്പനാണ് BJPയുടെ പ്രിയ സുഹൃത്തായ യോഗ ഗുരു ബാബ രാംദേവ്. ഈ പതഞ്ജലി കേസ് ഇത്രയും നാളുകളായിട്ട് നടക്കുന്നു. വ്യാജ പരസ്യങ്ങൾ നൽകിയിട്ട് പതഞ്ജലിയുടെ ഉൽപ്പന്നങ്ങൾ, ആയുർവേദ ഉൽപ്പന്നങ്ങൾ എല്ലാ രോഗത്തിനും രോഗശമനത്തിനും ബെസ്റ്റാണെന്ന് പറഞ്ഞുള്ള പരസ്യങ്ങൾ, കോവിഡ് കാലത്ത് കോവിഡ് വാക്സിനെതിരെ കൊടുത്ത പരസ്യങ്ങൾ, അതേപോലെ ഇംഗ്ലീഷ് മെഡിസിന്, മോഡേൺ മെഡിസിനെതിരെ കൊടുത്ത പരസ്യങ്ങൾ, ദേശീയ മാധ്യമങ്ങളിലൊക്കെ കൊടുത്ത പല പരസ്യങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ട് IMA, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, സുപ്രീം കോടതിയിൽ പോയി കേസ് കൊടുക്കുകയാണ് ചെയ്തത്. നമുക്കറിയാം ആ കേസിൽ ഇന്ററിം വിധി വന്നു കഴിഞ്ഞ ദിവസം. വന്നിട്ട്
ഈ മേലാൽ ഇങ്ങനെ പരസ്യങ്ങൾ കൊടുക്കാൻ പാടില്ല, തെറ്റിദ്ധരിപ്പിക്കുന്നത് അടിസ്ഥാനമില്ലാത്ത എന്ന് സുപ്രീം കോടതി ഉത്തരവിട്ട് ആർക്കെതിരെ? പതഞ്ജലി ഗ്രൂപ്പിനെതിരെ ഉത്തരവിട്ടിട്ട് ഈ ഫെബ്രുവരി 27-ന്, കഴിഞ്ഞ മാസം 27-ന് സുപ്രീം കോടതി ടെമ്പററി ബാൻ ഓൺ അഡ്വർടൈസ്മെന്റ്സ് ബൈ പതഞ്ജലി ഗ്രൂപ്പ്. പതഞ്ജലി ഗ്രൂപ്പിന്റെ ഒരു പരസ്യവും ഇനി ഒരു മാധ്യമങ്ങളിലും പബ്ലിഷ് ചെയ്യാൻ പാടില്ല എന്ന് ഇടക്കാല നിരോധന ഉത്തരവ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫെബ്രുവരി 27-ന്. അതിനുശേഷം കഴിഞ്ഞ ദിവസം ഈ കേസ് വീണ്ടും പരിഗണിച്ചപ്പോൾ പതഞ്ജലി ഗ്രൂപ്പിന്റെ MD ആചാര്യ ബാലകൃഷ്ണൻ ചെന്ന് നിരവാധികം മാപ്പ് പറഞ്ഞു സുപ്രീം കോടതിയിൽ. ഞങ്ങൾ തെറ്റിദ്ധരിച്ച് പോയി, ഞങ്ങൾ ഒരിക്കലും ഈ മോഡേൺ മെഡിസിനെ കളിയാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ആയുർവേദത്തിൻ്റെ ഗുണഗണങ്ങളെ പറ്റി ഞങ്ങൾ കൊടുത്ത പരസ്യങ്ങൾ, അതിൽ ചില തെറ്റുകൾ വന്നുപോയി, ഞങ്ങളത് മുൻകൂട്ടി കണ്ടില്ല, അറിഞ്ഞില്ല, അതുകൊണ്ട് നിരുപാധികം ക്ഷമിക്കണം ഞങ്ങളോട് എന്ന അഫിഡവിറ്റ് സത്യവാങ്മൂലം പതഞ്ജലി ഗ്രൂപ്പിൻ്റെ MD ആചാര്യ ബാലകൃഷ്ണനോട് കോടതി കൊടുത്തിട്ട് കോടതി തൽക്കാലം ശരി, നിങ്ങൾ തെറ്റ് സമ്മതിച്ചല്ലോ, വ്യാജ പ്രചരണങ്ങൾ പാടില്ല മരുന്നിനെ കുറിച്ച്. എന്നിട്ട് ഈ കേസ് അടുത്ത ഏപ്രിൽ 2-ന് ഈ കേസിൻ്റെ അടുത്ത ഹിയറിംഗ് വെച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. ഈ അടുത്ത മാസം ഏപ്രിൽ 2-ന്. അന്നത്തേക്ക് സുപ്രീം കോടതി ഒരു ന്യായമായ വിധി അതിൽ പറയുകയോ അല്ലെ ഒരു ഡേറ്റ് മാറ്റി വയ്ക്കുകയോ ചെയ്യാം. ഞങ്ങളിതിവിടെ സൂചിപ്പിച്ചത്, എന്തേ പതഞ്ജലിയുടെ ഇത്രയും നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്ത പതഞ്ജലിയുടെ അവിടെ ED റെയ്ഡില്ല? പരാതികൾ ഉണ്ടായിരുന്നല്ലോ, കോടതി കേസ് ഉണ്ടായിരുന്നല്ലോ. എന്താ ED യോഗാഗുരു ബാബ രാംദേവിൻ്റെയും ആചാര്യ ബാലകൃഷ്ണയുടെയും പതഞ്ജലി ഗ്രൂപ്പ് ആയിരക്കണക്കിന് കോടി രൂപയുടെ ബിസിനസ് ചെയ്യുന്ന പതഞ്ജലി ഗ്രൂപ്പിൽ എന്താ ED റെയ്ഡ് നടക്കാത്തത്? എന്താ EDക്ക് അവിടെ എന്താ പോകാൻ പേടിയാണ്? പേടിക്കും, മുട്ടുപറയ്ക്കും, മുള്ളും. ആ വാക്ക് ഞങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ്. ഈ അരവിന്ദ് കെജ്രിവാളിനെ കൊടുക്കാൻ നോക്കുന്ന, ഡൽഹി മുഖ്യമന്ത്രിയെ കൊടുക്കാൻ നോക്കുന്ന ഈ കോർപ്പറേറ്റ് കമ്പനികളിൽ റെയ്ഡ് നടത്തി BJPക്ക് ഇലക്ഷൻ ഫണ്ട് ഉണ്ടാക്കി കൊടുക്കുന്ന രാഷ്ട്രീയ പ്രതിയോഗികളെ വേട്ടയാടാൻ ഉപയോഗിക്കുന്ന EDക്ക് പതഞ്ജലിയുടെ ഗ്രൂപ്പിലെ രാംദേവിന്റെ ഗ്രൂപ്പിൽ കയറി റെയ്ഡ് നടത്താൻ മുട്ടുപറയ്ക്കും, മുള്ളും, മൂത്രം പോകും. എന്താ കാര്യം? അതെ, അതിന്റെ കാര്യം നമുക്കറിയാമല്ല. ED എന്താണെന്ന് മനസ്സിലായത്. പതഞ്ജലി ആരാണ്? നമ്മുടെ സ്വന്തം ആള്, നമ്മുടെ ആചാര്യന്റെ സ്വന്തം ആള്. അവിടെ കയറി റെയ്ഡ് നടത്താനേ 10 ജന്മം ജനിക്കണം ED. എന്തേ പോവാത്തത്, റെയ്ഡ് നടത്താത്തത്? ഇഷ്ടംപോലെ നിയമലംഘനം നടന്ന സ്ഥാപനമല്ലേ പതഞ്ജലി? ആയുർവേദത്തിന്റെ പേരും പറഞ്ഞിട്ട് വ്യാജ മരുന്നുകൾ വിറ്റ്, വ്യാജ പ്രചരണം നടത്തിയിട്ട്, പരസ്യം ചെയ്തിട്ട്, കോടികളുടെ ബിസിനസ് ചെയ്തിട്ട് എന്തേ ED റെയ്ഡ് ചെയ്യാത്തത്? പതഞ്ജലിയുടെ ഓഫീസ് എന്തേ ബാബ രാംദേവിനെ പൊക്കിയെടുക്കാത്തത്? ആചാര്യ ബാലകൃഷ്ണനെ പൊക്കിയെടുത്ത് കൊണ്ടുപോകാത്തത്? ഇപ്പൊ അരവിന്ദ് കെജ്രിവാളിനെ കൊണ്ടുപോയതല്ല, എന്താ കൊണ്ടുപോകാത്തത്? മുള്ളും മുട്ടുറയ്ക്കും, അതിന് ധൈര്യം വേണം. അപ്പൊ ED എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇപ്പൊ അറിയാം. നിങ്ങൾക്ക് ഒരു തരിമ്പും, ഒരു ശതമാനം പോലും വിശ്വാസ്യത നിങ്ങൾക്ക് ഇല്ലാതായി ED എന്ന് പറയുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക്. നിങ്ങൾ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിന്റെ, നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും വെറും ചട്ടുകം മാത്രമാണ്. ഒരഭിമാനവും നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ പണിയെടുക്കുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ അവകാശപ്പെടാൻ പറ്റുമോ? എന്തെങ്കിലും അഭിമാനം നിങ്ങൾക്ക് ബാക്കിയുണ്ടോ?